ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രവാചക ശബ്ദമെന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി കാത്തു സൂക്ഷിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന സംരക്ഷണം എത്രത്തോളമെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. തൻ്റെ ഭാര്യയ്ക്കും 4 കുട്ടികൾക്കുമൊപ്പം താൻ നേരിട്ട ഗുരുതരമായ ഒരു വാഹനാപകടത്തിൻ്റെയും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെയും ഞെട്ടലും അമ്പരപ്പും സ്പാനിഷ് സ്വദേശിയായ ജോസ് മരിയ മയോറിലിനെ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. പൊടി പോലും ബാക്കിയുണ്ടാകാതെ ശരീരഭാഗങ്ങൾ ഛിന്നഭിന്നമാകാമായിരുന്ന അത്രയ്ക്കും തീവ്രതയുള്ള ഒരു വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ഒരേയൊരു കാരണമേ ഈ കുടുംബത്തിന് ഇന്ന് പറയാനുള്ളൂ. കാറിൽ സൂക്ഷിച്ചിരുന്ന തിരുഹൃദയ ചിത്രം. തങ്ങൾക്ക് സംരക്ഷണം നൽകിയ യേശുവിൻ്റെ തിരുഹൃദയ സംരക്ഷണത്തിന് നന്ദി പറയുകയാണ് ഈ കുടുംബം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വെഞ്ചിരിച്ച വിശുദ്ധ വസ്തുക്കളിലുള്ള ദൈവിക സാന്നിധ്യം. അതൊരു പക്ഷേ ചെറിയൊരു പിക്ചറാകാം നിങ്ങളുടെ കയ്യിലുള്ളത്. അതുപോലും നിങ്ങൾ വളരെയേറെ പൂജിതമായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്ന് മറക്കാതിരിക്കുക. ഈ അപകടത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇടവക വൈദികൻ വിവാഹിതരായ ദമ്പതികൾക്ക് തിരുഹൃദയത്തിന്റെ കാർഡുകൾ വിതരണം ചെയ്തിരുന്നു. പുതുവത്സര ആഘോഷത്തിനിടെ സ്പാനിഷ് പബ്ലിക് ടെലിവിഷനിൽ തിരുഹൃദയത്തെ അവഹേളിച്ച് നടന്ന പരിപാടിക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുന്ന സമയത്തായിരുന്നു വിതരണം. ദിവസങ്ങൾ പിന്നിട്ടു. കുടുംബം ഒരുമിച്ചുള്ള ഒരു യാത്രയായിരുന്നു അത്. എല്ലാ നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു. കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മീഡിയൻ സ്ട്രിപ്പിലേക്കും പിന്നീടത് വലത് ഗാർഡ് റെയിലിലേക്കും വാഹനമിടിച്ചു. നിയന്ത്രണം വരുതിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും കാർ മറിഞ്ഞു. ആഘാതത്തിന്റെ തീവ്രത അതിഭീകരമായിരുന്നെങ്കിലും വാഹനത്തിലുണ്ടായിരുന്ന 6 പേർക്ക് ഒരു പോറൽ പോലും സംഭവിച്ചില്ല എന്ന് ജോസ് മരിയ പറയുന്നു. അപകട സ്ഥലത്ത് സിവിൽ ഗാർഡ് എത്തിയപ്പോൾ അവർ പോലും ആശ്ചര്യഭരിതരായി. നന്ദി സൂചകമായി സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയും ചൊല്ലാൻ ഒരു ഉദ്യോഗസ്ഥൻ ശബ്ദമുയർത്തി. അത്രയ്ക്ക് അത്ഭുതകരമായ സംരക്ഷണമാണ് അവർക്ക് ലഭിച്ചത്. കണ്ടവർക്കെല്ലാം അത്ഭുതം. എങ്ങനെ ഇവർ എല്ലാവരും രക്ഷപ്പെട്ടു? അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. അപകടം കണ്ട നിരവധി ട്രക്ക് ഡ്രൈവർമാരും മറ്റും സഹായിക്കാൻ നിർത്തിയതായി ജോസ് മരിയ പറയുന്നു. അവരെല്ലാം ഒരേ കാര്യം സമ്മതിച്ചു. ആർക്കും പരിക്കേൽക്കാത്തത് വലിയ ഒരു അത്ഭുതമായിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, തങ്ങളുടെ കാറിൽ തിരുഹൃദയ ചിത്രം സൂക്ഷിച്ചത് കേവലം യാദൃശ്ചികമല്ല എന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ തിരുഹൃദയ ഭക്തിക്ക് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച തങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ശ്രമിച്ചിരുന്നുവെന്ന് ജോസ് മരിയ പറയുന്നു. 2018 ജൂൺ 8 തിരുഹൃദയത്തിന്റെ തിരുനാളിലാണ് തങ്ങളുടെ ആദ്യ മകൾ ജനിച്ചതെന്നും അവർ പറയുന്നു. 4 മക്കളുടെ ജ്ഞാനസ്നാന നാമത്തിൽ യേശുവിൻ്റെ തിരുഹൃദയമുണ്ട്. അപകടത്തിന് 2 ദിവസം മുമ്പാണ് ഇളയ മകൻ മാമോദീസ സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 2025 കലണ്ടറിനൊപ്പം തിരുഹൃദയത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും സിവിൽ ഗാർഡുകൾ, എമർജൻസി വർക്കർ, ടാക്സി ഡ്രൈവർ എന്നിവർക്ക് താൻ നൽകിയെന്ന് ജോസ് മരിയ വെളിപ്പെടുത്തി. മരണത്തെ മുന്നിൽ കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഈ കുടുംബം മുന്നോട്ടുള്ള നാളിൽ തിരുഹൃദയ ഭക്തി കൂടുതൽ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ്. ഇതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും തിരുഹൃദയ ഭക്തിയിൽ കൂടുതൽ ആഴപ്പെട്ടു വളരുവാൻ നമ്മൾ ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്ത് നിങ്ങൾക്ക് അപ്രകാരം ഫോളോ ചെയ്യാവുന്നതാണ്. കത്തോലിക്ക വിശ്വാസികളുടെ ഏറ്റവും വലിയ ഭക്തിയാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തിയെന്ന് നമുക്കെല്ലാം അറിയാം. വിശുദ്ധനായ ചാവറ പിതാവാണ് തിരുഹൃദയ ഭക്തി കേരളത്തിൽ ഇത്രത്തോളം പ്രചരിപ്പിച്ചത്. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ തിരുഹൃദയം 12 വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി. ആ വാഗ്ദാനങ്ങളെല്ലാം സ്വീകരിച്ച് ദൈവകൃപയിൽ വളർന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സന്മാതൃക പിന്തുടരുവാൻ നമ്മളും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. തിരുഹൃദയ ഭക്തിയിൽ കൂടുതൽ ആഴപ്പെടുവാൻ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം, ദിവസം തോറും ചെയ്യേണ്ട ഒരു കാര്യം പറയാം. ഈശോയുടെ തിരുഹൃദയമേ, ഇന്ന് ഞാൻ ചെയ്യുന്ന സകല പ്രവർത്തികളും പ്രാർത്ഥനകളും അനുഭവിക്കുന്ന ഒരുപാട് പീഡകളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. എന്നെ ആശീർവദിക്കണമേ. ഈ സുഹൃത ജപം
നമുക്ക് എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ്. രണ്ടാമത്, ആഴ്ച തോറും ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും മാംസം വർജിക്കുകയും ഈശോയുടെ തിരുമരണത്തിൻ്റെ ഓർമ്മയ്ക്കായി 5 തിരുമുറിവുകളെക്കുറിച്ച് 5 സ്വർഗസ്ഥനായ പിതാവേ, 5 നന്മ നിറഞ്ഞ മറിയം, 5 ത്രിത്വസ്തുതി ഇവ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാസം തോറും ചെയ്യേണ്ടതാണ് കേട്ടോ. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും തിരുഹൃദയ ഭക്തിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുടുംബ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യണം. അടുത്തതായിട്ട് വർഷം തോറും ചെയ്യേണ്ട ഒരു കാര്യമാണ് കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞുള്ള 9-ാം ദിവസം വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാളായിട്ട് നാം ആഘോഷിക്കുന്നത്. അതായത് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞുള്ള 9-ാം ദിവസം ആ വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അന്ന് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള തീക്ഷ്ണതയാൽ നിറഞ്ഞ് ഭക്തിയോട് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. കുടുംബ പ്രതിഷ്ഠ നവീകരിക്കണം. തിരുഹൃദയ തിരുനാൾ ഒരു കുടുംബ തിരുനാളായി ആചരിക്കണം. തിരുഹൃദയ രൂപം ഭംഗിയായി അലങ്കരിച്ചും തിരി കത്തിച്ചു വെച്ചും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥന ചൊല്ലുന്നു. അന്ന് നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു പ്രാർത്ഥന കൂടി ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ ദിവ്യരക്ഷകനായ ഈശോ മിശിഹായുടെ തിരുഹൃദയമേ, ഞങ്ങൾ പാപികളാണെന്നറിയുന്നു. എങ്കിലും അങ്ങയുടെ ദയയിൽ ശരണപ്പെട്ട് അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെയും നന്ദികേടിനെയും ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. പാപങ്ങളെല്ലാം എന്നേക്കും ഇല്ലാതാക്കുന്നതിനും ഞങ്ങളാൽ കഴിയുന്ന വിധം അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഓർത്തും അങ്ങയെ നിന്ദിക്കുകയും അപമാനിക്കുകയും അനാദരിക്കുകയും ചെയ്യുന്ന അനേകം മക്കളുടെ നിന്ദാപമാനങ്ങൾ ഓർത്ത് മനസ്തപിച്ചുകൊണ്ടും അങ്ങേ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുഹൃദയത്തോട് ചെയ്യപ്പെട്ട നിന്ദാപമാന ദ്രോഹങ്ങൾക്കെല്ലാം പരിഹാരമായി നിസ്സാരമായ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദിവ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക ശരണവും ഞങ്ങളെ മുഴുവനും ഇതാ അങ്ങേയ്ക്കായി അങ്ങേ തിരുഹൃദയത്തിന് കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഉടയവനെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് സ്വാധീനപ്പെടുത്തി ശുദ്ധീകരിച്ച് വിശുദ്ധ ഹൃദയമാക്കി അരുളുക. ഞങ്ങളുടെ ജീവിതകാലമൊക്കെയും സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ചരുളണമേ. അങ്ങ് സകല മനുഷ്യർക്കായി കുരിശിൽ ചിന്തിയ തിരുരക്തത്തെക്കുറിച്ചും ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.